ഈ സമയത്ത് ആരൊക്കെ ഉണ്ടാവും അറിയില്ല. സമയം കിട്ടിയപ്പോൾ ഒന്ന് വെറുതെ ലൈവിൽ വന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 90 ദിവസമായിട്ട് ഒരു AI സിനിമയുടെ ജോലിയിലായിരുന്നു. തീർന്നിട്ടില്ല, എന്നാലും പ്രയാസകരമായിട്ടുള്ള കുറേ ഭാഗങ്ങളൊക്കെ തീർത്തു. ഏകദേശം 80 മിനിറ്റോളം സിനിമ പൂർത്തിയായി എന്ന് പറയാം. അതിനിടയിൽ വാർത്തകൾ ഒരുപാട് വന്നു. വാർത്തകൾ ശ്രദ്ധിച്ചില്ല, എന്നാലും ചില വാർത്തകൾ നമ്മളെ മുന്നിലെത്തുമല്ലോ. അങ്ങനൊരു വാർത്ത ഇന്ന് തകർന്ന് തരിപ്പണമായിട്ട് മാപ്രകൾ ഇക്ഷ എണ്ണ വരയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊല, അത് കേട്ടപ്പോൾ തന്നെ, തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു ഇത് ഒരു ഒന്നാം തരം തട്ടിപ്പാണെന്ന്. 100-400 പേരെ കൊന്നൊടുക്കിയിട്ട് ഒരു കുട്ടുപോലും അറിയാതെ കുഴിച്ചിട്ട ആ മനസ്കഥ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ, ഹൈന്ദവ കൂട്ടായ്മയ്ക്ക് നേരെ എപ്രകാരം പുതിയ കഥകൾ ഉണ്ടാക്കി അതിനെ, അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാം എന്ന് ഗവേഷണം നടത്തുന്നവരാണ് കേരളത്തിലെ, പ്രത്യേകിച്ചും ചില കോണുകളിലുള്ള നമ്മുടെ സുഡാപ്പി സഹോദരന്മാർ. അവരോടൊപ്പം മാവോയിസ്റ്റും ചേർന്നു എന്നുള്ളതാണ് ഇന്ന് നാഷണൽ ന്യൂസിൽ നിന്ന് കിട്ടുന്ന വിവരം. കേരളത്തിലെ ന്യൂസിലൊന്നും കിട്ടില്ല കേട്ടോ. നാഷണൽ ന്യൂസ് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഒരു കാരണം. ഇവിടെ ഈ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ പേര് കേട്ടപ്പോൾ അന്നു മുതൽ തീ കത്തിച്ച് വട്ടത്തിലിരുന്ന് ചർച്ച ചെയ്ത പ്രധാന ചാനലും അതിനൊപ്പം കൂടിയ നമ്മുടെ മാപ്രകളും ധർമ്മസ്ഥലയിൽ എന്തൊക്കെയോ നടക്കുന്നു എന്നും പറഞ്ഞ് ആ ക്ഷേത്രത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു സത്യത്തിൽ പലപ്പോഴും ഒരു കൊച്ചുകുട്ടിക്ക് പോലും ചിന്തിക്കാവുന്ന വിധത്തിൽ ഒരു സ്ത്രീയുടെ കുഞ്ഞ് അപ്രത്യക്ഷമാകുന്നു. അതും MBBS പഠിക്കുന്ന കുട്ടി അപ്രത്യക്ഷമാകുന്നു. എന്നിട്ടും ആ കുട്ടിയുടെ ഫോട്ടോ ഇല്ല, ആ കുട്ടിയുടെ അഡ്രസ്സ് ഇല്ല, ഏത് കോളേജിലാണ് പഠിച്ചതെന്നില്ല, ഒന്നുമില്ല. ഇപ്പോൾ പറയുന്നു ആ സ്ത്രീ പെറ്റിട്ടേ ഇല്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് മാപ്രകൾ കടന്ന് ഉരുളുകയാണ്. സാക്ഷികൾ കൂറുമാറിയതാണോ, ഇത് ആരൊക്കെയോ നിർബന്ധിച്ച് മാറ്റിയതാണോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തൊരു കഷ്ടമല്ലേ. ഇപ്പം ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച നമ്മുടെ പിണറായി വിജയൻ സഖാവ് ഇപ്പം ശബരിമലയെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുക. ഇങ്ങനെയാണ് ഓരോ ക്ഷേത്രങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ധർമ്മസ്ഥലയിൽ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങണം. അതിനു മുന്നേ നമ്മൾ കണ്ടത് ശബരിമലയിലാണ്. ആ ശബരിമലയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ വരുന്ന, ഭക്തർ വരുന്ന ഈ ശബരിമലയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന് കണക്ക് കൂട്ടി അവിടെ തേവിടിശികളെ കൊണ്ട് കയറ്റിയ ഒരു സർക്കാരാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാരുടെ സംഗമം, 3000 പേരുടെ സംഗമം നടത്താൻ പോകുന്നു. അതിൽ അയ്യപ്പ സേവാ സമിതിയില്ല, ഹിന്ദു സന്യാസിമാരില്ല, ആരുമില്ല. സഖാക്കളാണ് നടത്താൻ പോകുന്നത്. ഇതേ രീതി ഇത് നമ്മൾ പറയുന്ന അപ്പുറത്ത് ഈ ധർമ്മസ്ഥലയിൽ 400 പേരെ കൊന്നു എന്നുള്ളൊരു കെട്ടുകഥ, ഇവിടെ സ്ത്രീകളെ കയറ്റില്ലെന്നൊരു കെട്ടുകഥ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹൈന്ദവൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ തച്ചുടയ്ക്കാൻ അതിന് കൂടെ നിൽക്കുന്ന മലയാളികളായിട്ടുള്ള കുറേ മാപ്രകളും ഒപ്പം ഇവിടുത്തെ കുറേ യൂട്യൂബേഴ്സ്. എന്തൊരു ധർമ്മബോധമാണെന്ന് പറയും. ആ ധർമ്മബോധം നമ്മൾ നേരത്തെ ഒരിക്കൽ കണ്ടതാണ്. ലോറിക്കാരൻ്റെ ധർമ്മബോധം നമ്മൾ നേരത്തെ കണ്ടതാണ്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? പണം കൊടുത്താൽ ആരെയും എന്തിനേയും മതത്തിൻ്റെ പേരിൽ, അങ്ങനെ തന്നെ വേണം പറയാം, മതത്തിൻ്റെ പേരിൽ എന്ന് വേണം തന്നെ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് തെളിവാണ് ഈ പറയുന്ന 10-36 അടിയൊക്കെ കുഴിച്ചു നോക്കിയെന്നാണ് പറഞ്ഞത്? അവിടെ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. എന്നിട്ടിപ്പോൾ പറയാണ് സാക്ഷികളെ കൂറുമാറ്റി. ആരാണ് കൂറുമാറ്റിയത്?
ഈ പറയുന്ന മാപ്രകൾക്കൊന്ന് അന്വേഷിച്ച് പോയിക്കൂടെ? ഇങ്ങനെ ഒരു സ്ത്രീ പ്രസവിച്ച ഒരു MBBS പഠിക്കുന്ന കുട്ടിയുണ്ടെങ്കിൽ അത് ഏത് MBBS കോളേജിലാണ് പഠിച്ചത്, അതിൻ്റെ എൻറോൾ ചെയ്തിട്ടുള്ള ലിസ്റ്റ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ഈ മാപ്രച്ചറ്റകൾക്ക് കഴിയില്ലേ? ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ വന്നിട്ട് അങ്ങോട്ട് കയറുകയല്ലേ ധർമ്മസ്ഥലയിൽ ഹിന്ദു ആ ക്ഷേത്രത്തിൻ്റെ ആൾക്കാർ മുഴുവൻ ഇങ്ങനെ ബലാത്സംഗം ചെയ്യാൻ കുഴിച്ചിടുക, ബലാത്സംഗം ചെയ്യാൻ കുഴിച്ചിടുക, ബലാത്സംഗം ചെയ്യാൻ കുഴിച്ചിടുക. ഇതേത് വെള്ളരിക്കപ്പെട്ടണം? എന്നിട്ട് അത് വിശ്വസിക്കുന്ന ഒരു സമൂഹം എന്നോട് ഇപ്പം ഇങ്ങനെ വന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ധർമ്മസ്ഥലയെക്കുറിച്ച് സിനിമ എടുക്കുന്നില്ലേ, ധർമ്മസ്ഥലയെക്കുറിച്ച് സിനിമ എടുക്കുന്നില്ലേ? നാണം കെട്ടവന്മാർ, ഉളുപ്പില്ലാത്തവർ. തൂരിനെ കുറിച്ച് സിനിമ എടുത്തപ്പോൾ എന്തായിരുന്നു? ഇപ്പോഴും വന്ന് മെഴുകുകയാണല്ലോ, എൻ്റെ ചാനലിൽ വന്ന് മൊത്തം മെഴുകുകയാണല്ലോ. ധർമ്മസ്ഥലയേക്കാളും ഭീകരമായിരുന്നു നിങ്ങൾ പറയുന്ന നടക്കാത്ത ധർമ്മസ്ഥലയല്ല, തൂർ കിണറിൽ വെട്ടിയിടപ്പെട്ട ഹൈന്ദവരുടെ എണ്ണം ഒന്ന് കുഴിച്ചെടുക്കാവോ? നിങ്ങൾ വാങ്ങി മണ്ണിട്ട് മൂടി സൂക്ഷിച്ചു വെച്ചിരിക്കല്ലേ, ഒന്ന് കുഴിക്കടോ. ആ തൂർ കൊണ്ടുവന്നത് കുഴിക്ക് അസ്ഥികൾ കാണും, ഇപ്പോഴും കാണും. ധൈര്യമുണ്ടോ, നട്ടല്ലുണ്ടോ ഈ യൂട്യൂബേഴ്സിനൊക്കെ? ഹിന്ദു ഒരുമിച്ച് നിന്നാൽ അമ്പലം ഇവിടെ ബാക്കിയുണ്ടാവും, ഇല്ലെങ്കിൽ അമ്പലം ഉണ്ടാവില്ല. അത്രേ ഇതുള്ളൂ. നമ്മൾ ഫേസ്ബുക്ക് തുറന്നാൽ ഉടനെ മറ്റേ പന്നികൾ വന്നിട്ട് ജാതി ജാതി, നിന്റെ ജാതിയാണോ? എൻ്റെ ജാതി മനുഷ്യ ജാതിയാണോ? നീ ഹിന്ദു ആയപ്പോൾ നിന്റെ ജാതി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഹൈന്ദവർക്കിടയിൽ ജാതി വിതച്ച് അവരെ മാറ്റാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന പന്നിക്കൂട്ടങ്ങളെ ഒരുമിച്ച് നിന്ന് എതിർത്തിട്ടില്ലെങ്കിലേ ക്ഷേത്രം ഉണ്ടാവില്ല, വിശ്വാസം ഉണ്ടാവില്ല. പിന്നെ കാക്ക കൊത്തിപ്പോയേ എന്നൊരു കരച്ചിൽ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. നിൽക്കേണ്ടടുത്ത് നിൽക്കണം. ഒരുമിച്ച് നിൽക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ നാളെ ധർമ്മസ്ഥലം ഇവിടെയും തുടരും. ഹിന്ദുവിൻ്റെ കൂടെ ഒരു പത്രം പോലും ഇല്ല. വേണമെങ്കിൽ ഒരു ജനം നമുക്ക് മാറ്റിവെക്കാം. ഒരു മാധ്യമവും ഇല്ല. അതൊരു ക്ഷേത്രമാണെന്നും അതൊരു ദിവ്യമായ സ്ഥലമാണെന്നും പിന്നെ ഒരു ഗുണമുണ്ട്, ശിവനാണ് ആള്. അങ്ങ് അറ്റം വരെ കൊടുക്കും. ഏത് ഇപ്പൊ അങ്ങ് ഇറാഖിലൊക്കെ കുഴിച്ചെടുക്കുന്നുണ്ട്. JCB വെച്ച് കുഴിച്ചു പോയിട്ട് മനുഷ്യരെ കൊന്നൊടുക്കിയ ആയിരക്കണക്കിന് ജഡങ്ങൾ കുഴിച്ചു വാരി പുറത്തെടുത്തുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ മാപ്രകൾക്കും സുഡാപ്പികൾക്കും മിണ്ടാട്ടമില്ലേ? ആരാരെയാണ് കൊന്നത്? മുസ്ലിങ്ങളെ കൊന്ന് കുഴിച്ചു മൂടിയ ആ വലിയ കുഴികള് എടുത്തുകൊണ്ട് ഓരോന്ന് മാന്തി പുറത്തിടുന്നു. അവിടെ RSSകാരാണോ അവരെയൊക്കെ കൊന്നൊടുക്കിയത്? ആണോ? ഫേസ്ബുക്ക് തുറന്നാൽ ഉടനെ ധർമ്മസ്ഥല സകല സുഡാപ്പികളും. ഇപ്പൊ 2 ദിവസമായി പതുക്കെ ഉൾവലിഞ്ഞു പോവുക, ആമ തല വലിക്കുന്നത് പോലെ. എന്നിട്ട് പുതിയ കഥ ഉണ്ടാക്കേനി. സാക്ഷികളൊക്കെ പിന്തിരിപ്പിച്ചു. ഒക്കെ BJPക്കാരാണ്. ഏത് കർണാടക ഭരിക്കുന്ന BJPക്കാരാണ് മൊത്തം ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നത്. കേസിന് തേച്ചു മാറ്റുകൾ. ഇപ്പൊ ഞാൻ കേട്ടു ന്യൂസ്. ഇത് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങിത് പറയുന്നു. മാപ്രകളാണ് പോലും, ചെറ്റകൾ, പരമചെറ്റകൾ. ഒരു വിവരം അന്വേഷിക്കാൻ ഒരു കേസ് നടന്നത് അവിടെ ക്യാമറയെ കുത്തിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു News 18 24 മണിക്കൂറും. ശവം പൊന്തുന്നതും നോക്കി, തലയോട്ടി പൊന്തുന്നതും നോക്കി, എല്ല് പൊന്തുന്നതും നോക്കി. അവസാനം കുഴിച്ച പാതാളം വരെ പോയിട്ടും എല്ലുമില്ല, പല്ലുമില്ല, ഒന്നുമില്ല, പുല്ലുമില്ല. എന്നിട്ട് ക്യാമറയൊക്കെ ചുരുട്ടിക്കൂട്ടി ആസനത്തിൽ വെച്ചിട്ട് പുതിയ കഥകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ധർമ്മസ്ഥല ഇതേ നാറികൾക്ക് ഈ പറയുന്ന 1921 നാഗാളിക്കാവ് കിണറുണ്ടെന്നും മാന്തടോ പോയിട്ട് DNA പരിശോധിക്ക്.
ആ സമൂഹം ഇന്നും ഇരിപ്പുണ്ട്. തുകൂർക്കുണങ്ങളെ മാന്ത്, DNA എടുക്ക്, എന്നിട്ട് ബന്ധുമിത്രാദികളെ അറിയിക്ക്, കർമ്മം ചെയ്യ്. അവിടെ പോയത് മനുഷ്യരായിരുന്നു. അങ്ങ് ഇറാഖിൽ പോയത് മനുഷ്യരായിരുന്നു. ഇറാനിൽ നശിച്ചിരുന്ന മനുഷ്യരായിരുന്നു. ലോകത്ത് അല്ലാത്ത എല്ലാ വിശ്വാസ പ്രമാണങ്ങളും തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ശക്തിയാണ് ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. ശക്തിയിൽ രണ്ടുണ്ടായിരുന്നു. ഇന്ന് ഒന്നിൻ്റെ പല്ലും നഖമൊക്കെ പോയപ്പം ഒരു ശക്തി, അത് തങ്ങളിലുള്ള ഭിന്നമായിട്ടുള്ള ആൾക്കാരെയും തല്ലിക്കൊല്ലും, കുഴിച്ചു മൂടും. അതുകൂടാതെ ഇത്തരം കഥകളുണ്ടാവും. ക്ഷേത്രത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടുണ്ട്. മാന്തി തിന്നടോ നാറികളെ, മാപ്രകളെ. കുറേ ദിവസം നടന്നല്ലേ പോലെ ചെല്ല്, അവിടെ 400 എണ്ണത്തിൻ്റെ ശവം ഉണ്ടെങ്കിൽ എടുത്ത് മാന്തി തിന്ന്. ചാനലുകാരോടാ പറയുന്നത്. ഒരു വാർത്ത കേട്ടാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഓടിപ്പോയിട്ട് അയ്യോ അവിടെ അങ്ങനെ, എന്നിട്ട് അൽ ജസീറ വരെ. മാപ്രകളുടെ ഗുണം അങ്ങനെ ഉണ്ട്. ഇന്ന് മറിച്ച് ഈ ആരോപണം ഉന്നയിച്ച ആളെ തന്നെ, ഇത് ഞാൻ കുഴിച്ചിട്ടെന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തപ്പം കേരളത്തിലെ ഒരു മാപ്രകളും മിണ്ടുന്നില്ല. അതൊരു ന്യൂസേ അല്ല, ഒരു ഹെഡ്ലൈൻ അല്ല. പകരം ഇത് നമ്മളെ അറസ്റ്റ് ചെയ്തതും കാര്യങ്ങൾ എവിടുന്ന അറിയുന്നത്? അങ്ങ് ബോംബെയിൽ നിന്ന്, നാഷണൽ ചാനലിൽ നിന്ന്. ഇപ്പൊ പറയുന്നു ഈ പറയുന്ന വ്ളോഗേഴ്സ് അടക്കം ഇവിടെ നിന്ന് ഡൽഹിക്ക് സഞ്ചരിച്ചതിന്റെ തെളിവുണ്ട്, ഒരുമിച്ച് സഞ്ചരിച്ചതിന് തെളിവുണ്ട്. അവരാരെ കണ്ടു, എങ്ങനെ കണ്ടു, ഇതൊക്കെ അന്വേഷിക്കണമെങ്കിൽ കർണാടക പോലീസ് മാത്രം പോരാ. ഞാൻ പറയുമ്പോൾ നാഷണൽ ഏജൻസി വരണം. ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ നാഷണൽ ഏജൻസി വന്ന് അന്വേഷിച്ച് പൂട്ടണം. സകല വ്ളോഗർമാരെയും കൊണ്ടുപോയി അകത്തിടണം. എന്ത് തെളിവുണ്ടായിട്ടാണ് ഇവര് ഒരു ക്ഷേത്രത്തിന് നേരെ തിരിഞ്ഞത്? ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്, ഒന്നോ രണ്ടോ അല്ല. തിരൂർ തീരദേശം കൊണ്ടുവന്ന കേരളത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ എത്ര ഉണ്ടെന്ന്. ഈ ക്ഷേത്രങ്ങളൊക്കെ ആരാണ് തകർത്തത്? ആ തകർക്കൽ ഇന്നും തുടരുകയാണ്. നമുക്കറിയാം, പഴയ ക്ഷേത്രങ്ങളൊക്കെ തകർത്തി അതിന് മുകളിൽ ഒരു കുബ്ബ വെച്ച് കഴിഞ്ഞാൽ പള്ളിയായി മാറുന്ന കാലഘട്ടം. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തൊരപ്പന്മാർ വന്ന് അവിടെ കുഴിച്ചിട്ടുണ്ട്, ഇവിടെ കുഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അസ്ഥിവാരം മാന്തി കഴിഞ്ഞാൽ ആ ക്ഷേത്രം ആയിരക്കണക്കിന് മനുഷ്യർ ഈ ടൂറിസമായിട്ട് പോലും ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഭൂമി, ആ ക്ഷേത്രം ഇല്ലാതാക്കി അവിടുത്തെ ഭൂമി തട്ടിയെടുത്ത് ഒരു വിശ്വാസത്തെ ഹനിക്കുകയും ചെയ്യാം, അതിൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്യാം. അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെട്ടവർ ഇന്നിതാ നമ്മൾ കേൾക്കുമ്പോൾ, പുതിയ വാർത്തകൾ കേൾക്കുമ്പോൾ ആ വാർത്ത കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയാണ്. ഇവിടുത്തെ മാധ്യമക്കാരൊക്കെ നല്ല ചൂലുണ്ടല്ലോ, ചാണകത്തിൽ മുക്കി അട്ടിക്കണം. അവർക്ക് മെനഞ്ഞെടുത്ത കഥയാണ്, ഒരു തെളിവില്ലാതെ മെനഞ്ഞെടുത്ത കഥയാണ്. സ്വാഭാവികമായിട്ടും ഞാനൊരു ആരോപണം ഉന്നയിച്ചാൽ, എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ, ഞാൻ ഏത് നാട്ടുകാരനാണ്, ഞാൻ എവിടെ ജനിച്ചു, എങ്ങനെ ജനിച്ചു എന്നൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു ദിവസം വേണ്ട. അപ്പോഴാണ് ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ മകളെ ഇല്ലാതെ പോയി എന്ന് പറഞ്ഞ്, മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന മകളെ ഇല്ലാതെ പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സ്ത്രീയുടെ അഡ്രസ്സും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, ആ സ്ത്രീക്ക് ഒരു മകളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ഇവിടെ സുഡാപ്പികൾ വന്ന് നമ്മുടെ ഫേസ്ബുക്കിനകത്ത് വന്നിട്ട്, അയ്യോ നിനക്ക് 1921 കുറിച്ച് സിനിമ എടുക്കാം, ധർമ്മസ്ഥലത്തെ കുറിച്ച് സിനിമ എടുക്കണ്ടേ? സിനിമ എടുക്കണം, ഗാസയെ കുറിച്ച് എടുക്കണം, ഇറാനെ കുറിച്ച് എടുക്കണം, ഇറാഖിനെ കുറിച്ച് എടുക്കണം, ഈജിപ്തിനെ കുറിച്ച് എടുക്കണം, ലെബനാനെ കുറിച്ച് എടുക്കണം. അപ്പോഴറിയാം അഭയം കൊടുത്തവരുടെ ആസനത്തിൽ വാള് കയറ്റിയവരാരാണെന്ന്. ചരിത്രം, ആ ചരിത്രം ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ വരും. അടുത്ത തലമുറ അറിയും എങ്ങനെയാണ് അധിനിവേശ ശക്തികൾ മറ്റുള്ള വിശ്വാസങ്ങളെ, മറ്റുള്ള വിശ്വാസ പ്രമാണങ്ങളെ
അവരുടെ ക്ഷേത്രങ്ങളെ തകർത്തത് എങ്ങനെയാണെന്ന് ഇന്ന് കുട്ടികൾക്ക് നേരമില്ല നോക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ ആരാണ് ഇത്തരത്തിൽ പെരുമാറുന്നത്, ഇതിന്റെ പുറകിൽ ആരാണെന്നും കാലം തിരിച്ചു പറഞ്ഞു തരും. ഇതേ മാതിരി നടക്കണ്ടേ? 100 വർഷമായിട്ടേ ഉള്ളൂ, 104 വർഷമായിട്ടുള്ളൂ. മാപ്പിള ലഹള എടുക്കണ്ടേ ഡീനിനെ, മാന്തണ്ടേ കിണറ്? അതിനാരും മുന്നിട്ടിറങ്ങുന്നില്ലല്ലോ. തങ്ങൾ കൊന്നൊടുക്കിയ ചരിത്രം മറച്ചു വെക്കാൻ വേണ്ടി ഇല്ലാത്ത ഒരു കൊന്നൊടുക്ക ഉണ്ടാക്കുക, എന്നിട്ട് ഒരു ക്ഷേത്രത്തെ തകർക്കുക. എങ്ങനെയുണ്ട്? നമ്മളിതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുക. അതിന് കൂട്ടായിട്ട് ഹൈന്ദവരുടെ കൂട്ടത്തിലുള്ള ചില കുതികാല് വെട്ടുന്ന ആൾക്കാരുണ്ട്. ഇത്തരം ശക്തിയെ പ്രോത്സാഹിപ്പിച്ചിട്ട് വല്ലതും വാങ്ങി നാക്കുന്ന പരമചിട്ടകൾ 4 വോട്ടിന് വേണ്ടിയിട്ട്. എങ്ങനെ പറയാതിരിക്കാൻ പറ്റും നമുക്ക്? ദിവസവും ഞാൻ കേൾക്കുന്ന എന്താടാ അവരുടെ ഭാഷ നമുക്ക് പറയാൻ പറ്റില്ല. ഈ പന്നിക്കൂട്ടങ്ങളുടെ ഭാഷ, ആ ഭാഷ ഒരു പ്രത്യേക ഭാഷയാണ്. അത് അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് അവർ പഠിച്ചെടുക്കുന്ന ഭാഷയാണ്. നിങ്ങൾക്കറിയണമെങ്കിൽ ഈ ഫേസ്ബുക്കിൽ ഞാനിട്ട പോസ്റ്റിൻ്റെ അടിയിൽ വന്ന അവരുടെ ഭാഷ, വേദഭാഷ, അവരുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഷ അതെന്താണെന്ന് കുറേയൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയും. എന്നാലും വരും, പന്നി പിറന്ന പോലെ പെറ്റു വരും. അതിൽ നിന്നറിയാം അവരുടെ സംസ്കാരം എന്താണെന്ന്. ഭാഷ അത് രൂപാന്തരപ്പെട്ടു വരുന്നത് അവിടെ നിന്ന് തന്നെയാണ്, കിതാബിൽ നിന്ന് തന്നെയാണ്. അവരാണ് ധർമ്മസ്ഥലയിൽ ധർമ്മം ഉണ്ടാക്കാൻ വേണ്ടി പോയത്. ഇപ്പം ആസനം പൊള്ളിയിട്ട് എവിടെ കൊണ്ട് ഒളിപ്പിക്കുന്ന സുഡാപ്പികൾ നോക്കുന്നത്. അതിന് പുതിയ കഥകൾ ഉണ്ടാവും, നോക്കിക്കോളൂ. നാളെ പുതിയ കഥകൾ വരും. ഇത് RSS അജണ്ടയാണ്, സത്യമായിരുന്നു, അതിനെ ഇല്ലാതാക്കി. ഭാഗ്യത്തിന് അവിടെ ഇപ്പം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അവിടെ BJP ആയിരുന്നു. നിങ്ങളെ സ്ഥിതി ആലോചിച്ച് നോക്കി. മോദിക്ക് നിൽക്കാൻ നേരം ഉണ്ടാവില്ലായിരുന്നു. കർണാടകയിൽ BJP ആണ് ഇപ്പോൾ ഭരിക്കുന്നതെങ്കിൽ. നേരാ അസുരന്മാർ ഉണ്ടായിരുന്നു, പക്ഷെ അസുരന്മാരെ നിഗ്രഹിക്കാൻ നമുക്കൊരു കടമയുണ്ട്. അസുരന്മാരുണ്ട് എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന പോരാ, അവരെ നിഗ്രഹിക്കണം. ഇത്തരം ചിന്താഗതികളെ നിയന്ത്രിക്കണം. ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യണം. ജാതി പറഞ്ഞ് ഇന്നലെ ഒരു തങ്ങള് BJPയിൽ ജാതിയാണ്, 40 അടി 50 അടി 100 അടി എന്നൊക്കെ പറഞ്ഞ് മാറി നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു തങ്ങള് BJPയിൽ പ്രവർത്തിച്ചിരുന്ന തങ്ങളാ എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് കൊളുത്തിയത്. BJPയിൽ മൊത്തം ഇന്ന് അദ്ദേഹം വീണ്ടും ഒരു കമന്റ് ഇട്ടിരിക്കുന്നു, BJPയിൽ മൊത്തം ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണെന്ന്. BJPയിൽ ആരാടോ ബ്രാഹ്മണൻ? ഞങ്ങൾ തങ്ങളോട് ചോദിച്ചു. BJPയിൽ കാര്യം എന്നിട്ട് ഒന്നും നടക്കാത്തൊരു തങ്ങളാന്ന് തോന്നുന്നു. ഇപ്പം BJPയിൽ മൊത്തം, ഞാനും BJPയിൽ നിന്ന് രാജിവെച്ച പോകുന്ന ആളാണ്, അത് വേറെ കാര്യം. പക്ഷെ BJPയിൽ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണെന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ ബ്രാഹ്മണൻ, ശോഭാ സുരേന്ദ്രൻ ബ്രാഹ്മണൻ, മുരളീധരൻ ബ്രാഹ്മണൻ, പിന്നെന്താ മറ്റേ ജോർജ് കുര്യൻ ബ്രാഹ്മണൻ, ഷാരോൺ ബ്രാഹ്മണൻ, അബ്ദുള്ളക്കുട്ടി ബ്രാഹ്മണൻ, എങ്ങനെ എത്ര ബ്രാഹ്മണന്മാരാ BJPയിൽ. അവർ കിടന്ന് ഇങ്ങനെ ഈ ഇഴവൻ അങ്ങോട്ട് തട്ടുന്നു, നായർ ഇങ്ങോട്ട് തട്ടുന്നു. ബ്രാഹ്മണനാണ് പോലും BJPയുടെ. തങ്ങൾ പറഞ്ഞതാ, ഞങ്ങളെ മുഴുവൻ പേര് പറഞ്ഞില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. BJPയിൽ വന്ന് ഉണ്ടാക്കാൻ നോക്കിയ തങ്ങളാ. ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണ്. ഹിന്ദു സമൂഹത്തിന് ഉടനെ ജാതിയെ ഹിന്ദു ഒരുമിച്ചിക്കാൻ വന്നാൽ ഹേയ് നായരും ഇഴവനും പുലയനും പറയനും എങ്ങനെയാണോ ഒരുമിക്കുക? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തല്ലുകൂടേണ്ട ആൾക്കാരല്ലേ? നിങ്ങൾ തല്ലുകൊടുക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് അതിനിടയിൽ ഞങ്ങളിങ്ങനെ
ലവ് ജിഹാദുമായിട്ടും മറ്റതായിട്ടും കുറച്ച് കാശ് കൊടുത്തിട്ടും ഒക്കെ ജാതിയിൽ താഴ്ന്നവനെ എന്തിനാ ജാതിയിൽ താഴ്ന്ന് നിൽക്കുന്നത്? ഞങ്ങളിലേക്ക് വരൂ, ഞങ്ങൾ ജാതിയിൽ ഉയർത്താം. ഇതാണല്ലോ ആറ്റിറ്റ്യൂഡ്. ഹിന്ദുവിനെ ജാതി പറഞ്ഞ് അങ്ങോട്ട് കീറി മാറ്റി വെച്ചിട്ട് അവരിൽ ഈ താഴ്ന്ന ജാതിക്കാരൻ എന്ന് പറയുന്നവരെ ഈ കോംപ്ലക്സ് വളർത്തി അവരിലേക്ക് ആകർഷിക്കുക. അതിന് പറ്റാത്തതുകൊണ്ടാണ് ഇന്ന് കിടന്ന് ഭയങ്കര കൊരയരക്കുന്നത്. എന്നിട്ടും സങ്കടം തോന്നി. കഴിഞ്ഞ വർഷം ഞാൻ വയനാട്ടിൽ ചെന്നപ്പം ഒരു പണിയെന്ന് പറഞ്ഞാൽ അറിയാലോ, സ്കൂളിൽ കട്ടിപ്പോകുന്ന ആൾക്കാർ. ആ പണിയെക്കൊള്ളിൽ 95% ആൾക്കാരെയും പെന്തക്കോസ്തുകാരാക്കിയിരിക്കുന്നു. ഞാൻ ചുമ്മാ പറയുന്നില്ല, പേരിപ്പോഴും പൊക്കനും കക്കനൊക്കെ തന്നെയാണ്. ഉള്ളിൽ കുരിശി വെച്ചിട്ടുണ്ട്. പേര് മാറ്റാനോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൽ മാറ്റാനോ സമ്മതിയില്ല, കാരണം ആനുകൂല്യം പോവുമല്ലോ. കർത്താവിന് ആനുകൂല്യം വേണം. കർത്താവിന് കുഞ്ഞാടുകൾ മാത്രം കിട്ടിയാൽ പോരാ, കർത്താവിന് കുഞ്ഞാടുകളുടെ കൂടെ ഈ പറയുന്ന ആനുകൂല്യങ്ങൾ, SC STക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ ഇതിന് കിട്ടണം. പക്ഷെ കുരിശ് വരച്ചാൽ മതി. നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കുന്നതാണത്. എന്നിട്ട് സ്വന്തം കുഞ്ഞാടുകൾ പോകുമ്പോഴോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, കൊണ്ടുപോയിക്കോ. ഇത് നല്ല ആശയല്ലേ? ആദിവാസി കുട്ടികളെ ഇങ്ങോട്ട്, ഞങ്ങളെ നല്ല കുട്ടികളെ ഇങ്ങക്ക് തരാം. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, നമ്മുടെ നാട്ടിലെ മതസംഘടനകൾ, ഇതൊക്കെ ഈ കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് സാമാന്യ ജനം ചിന്തിച്ചാൽ കൊള്ളാം. തലച്ചോറുള്ളവരൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഹിഡൻ അജണ്ടയുണ്ട്, കട്ടിംഗ് സൗത്ത്. അത് നമുക്ക് ഹിഡനല്ല, കട്ടിംഗ് സൗത്ത് കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം, ദ്വീപ്, കർണാടകയുടെ ഒരു ഭാഗം, തമിഴ്നാടിൻ്റെ ഭാഗം, ഇത് കൂട്ടിച്ചേർത്തിട്ട് ഒരു മാപ്പിള രാജ്യം ഉണ്ടാക്കാനുള്ള ശ്രമം. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഈ ധർമ്മസ്ഥലയൊക്കെ കാണാൻ. ഇപ്പം തന്നെ പറഞ്ഞല്ലോ, മലബാർ സ്റ്റേറ്റ്, മാപ്പിള സ്റ്റേറ്റ് എന്നാണ് കുറച്ചും കൂടി നല്ല പേര്. മലബാർ സ്റ്റേറ്റിനേക്കാളും മാപ്പിള സ്റ്റേറ്റ്. നമ്മൾ പണ്ട് മാപ്പിള രാജ്യം ഉണ്ടാക്കിയ ആൾക്കാരാണല്ലോ. ഇന്നും മാപ്പിള സ്റ്റേറ്റിന് കാരണം പണ്ട് ടിപ്പു സുൽത്താൻ വന്നിട്ട് ഈ മലബാറിനെ മാപ്പിള രാജ്യം ആക്കിയിരുന്നതാണ്. അവിടെ നിന്ന് ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് ബാക്കി പാവം ഹിന്ദുക്കൾ ഇവിടെ ജീവിച്ചു പോന്നു. അല്ലെങ്കിൽ മാപ്പിള രാജ്യം എന്നേ ആയിപ്പോയെന്ന്. ബ്രിട്ടീഷുകാരാണ്. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെ നമ്മൾ സ്വല്പമെങ്കിലൊന്നും വന്നിക്കണം എന്ന് പറയുന്നത്? ഇല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ മാപ്പിള രാജ്യമായി ഇതൊരു മാപ്പിള സ്റ്റേറ്റായിട്ട് എന്നോ മാറേണ്ടതാണ്. അത് സാധിക്കാത്തതിലുള്ള സങ്കടമാണ് ഇന്ന് പല ഉസ്താദുമാർക്കുള്ളത്. വിഷമാണ്. ഈ മലബാറിനെ ഒന്ന് മാറ്റി ഇതൊരു മാപ്പിള രാജ്യമാക്കി കട്ടിംഗ് സൗത്ത് പൂർത്തിയാക്കിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മിസൈൽ വിടാം ഗാസയിലേക്ക്. ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് വിട്ടില്ലേ? അതേപോലെ ഈ കേരളത്തിൻ്റെ കോണിൽ നിന്നിട്ട് 2000 കിലോമീറ്ററൊക്കെ റേഞ്ചിലുള്ള മിസൈലൊക്കെ ഇറാനോ അല്ലെങ്കിൽ പറയുന്ന സുഡാപ്പികളൊക്കെ നാളെ മറ്റന്നാൾ ഇവിടെ എത്തിച്ചേരും. ഒരു സ്റ്റേറ്റ് അതിരി കിട്ടിയാൽ മതി. ഒരു ഏരിയ കടൽ കിട്ടണം, അത്രയേ ഉള്ളൂ. ആകാശവും കിട്ടണം. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേറ്റായി. ഇപ്പൊ നാളെ വരെ ഇതൊരു മാപ്പിള രാജ്യമായിരുന്നു, നോ ഡൗട്ട് ആക്കിയിരുന്നു. പലസ്തീൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. പലസ്തീനെ ഉണ്ടാക്കി. എന്നിട്ട് പലസ്തീനിലുണ്ടായിരുന്ന ജൂതന്മാരെയൊക്കെ അവിടെ നിന്ന് പറിച്ചു നട്ടു. എന്നാലും വേണ്ടിയില്ല, പണ്ടാരടങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് ഇടം കൊടുത്തു. എന്നിട്ട് മതിയാവാതെ വന്നിട്ട് അവിടുന്ന് കുടിവെള്ളം കൊണ്ടുവന്ന പൈപ്പ്, ഈ ഇസ്രായേലുകാർ കൊടുത്ത പൈപ്പിനെ മുറിച്ചിട്ട് മിസൈലാക്കി അവൻ്റെ അണ്ണാക്കിലേക്ക് വിട്ടു. ഇങ്ങനെട്ട് ഈ ഇസ്രായേൽ ജനത അവരുടെ ടാക്സ് കൊണ്ട് ഉണ്ടാക്കിയ ഇരുമ്പിൻ്റെ പൈപ്പ് വെള്ളം
കൊടുക്കാൻ വേണ്ടി, ഈ ഗാസയിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പൈപ്പ് ഇട്ടതിനെ മുറിച്ച് മിസൈലാക്കി തിരിച്ച്, അതായത് അന്നം കൊടുത്ത കൈക്ക് കടിക്കുക പറഞ്ഞില്ലേ, അതാണ് ഗാസ. ആ ഗാസയ്ക്ക് വേണ്ടിയാണ് ഇവിടെ മാപ്രകൾ അയ്യോ ഗാസ അയ്യോ ഗാസ ഇങ്ങനെയൊക്കെ കരയുന്നത്. ഗാസ എന്താണെന്ന് അറിയണമെങ്കിലേ കൂടുതലൊന്നും പോണ്ട, യൂട്യൂബിൽ തിരഞ്ഞാൽ കിട്ടും. ഒരുപാട് വർഷത്തെ ചരിത്രമൊന്നുമില്ലല്ലോ, ചുരുങ്ങിയ കാലഘട്ടമാണ്. ഈ പറയുന്ന ഇസ്രായേലിനൊരു രാജ്യമുണ്ടായിട്ട് കുറച്ച് കാലമാണെന്നുള്ളൂ. ഇസ്രായേലിന് രാജ്യമുണ്ടായിരുന്നു എന്നുള്ളത് ഈ വിശുദ്ധ ഖുർആനിലും ബൈബിളിലൊക്കെ ഉണ്ട്. ഇസ്രായേലിയർ എന്ന് അതിപ്പോൾ ഇവർ സമ്മതിക്കില്ല. നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ഇസ്രായേലേ അങ്ങനെ രാജ്യമേ ഉണ്ടായിരുന്നില്ല, അവിടെ പലസ്തീനായിരുന്നു. പലസ്തീന രാജ്യം ഖുർആനിലുണ്ടോ? ഇല്ല. ബൈബിളുണ്ടോ? ഇല്ല. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. എവിടെയില്ല. എന്നാലോ പിന്നെ പലസ്തീൻ ഉണ്ടായിരുന്നു. പലസ്തീൻ ഉണ്ട്, ഉണ്ടാക്കിയതല്ല, ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഓരോന്നും. നാളെ മാപ്പിള രാജ്യം ഉണ്ടായിരുന്നു. മാപ്പിള രാജ്യം ബ്രിട്ടീഷുകാർ പിടിച്ച് കോൺഗ്രസ്സുകാർ കൊടുത്തല്ലേ. ഇങ്ങനെയൊക്കെ ചരിത്രം വരും. കാരണം ചരിത്രം എഴുതാൻ എളുപ്പമാണ്. നമുക്കറിയാലോ 1921 ചരിത്രം എങ്ങനെയാണ് മാറിയത്. ഒരു കള്ളനെ രാജ്യസ്നേഹിയാക്കിയിട്ട്, കള്ളന്മാരെ രാജ്യസ്നേഹിയാക്കിയിട്ട് അവർക്കൊക്കെ നമ്മൾ ഈ എന്താ പറയുന്നത് താമ്രപത്രം കൊടുത്ത ആൾക്കാരാണ്. കൊന്നവർക്ക് പെൻഷനും, കൊല്ലാൻ കൂട്ടു നിൽക്കാത്തവർക്ക് മർദ്ദനവും കൊടുത്തവരാണ്. ഇതൊക്കെ പറയുന്നത് ഞാനൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ നിരന്തരമായി RSകാരെ പറ്റിച്ച് വീണ്ടും സിനിമ ആടാ ബാബു റോസെ, നീ നിന്റെ തന്തയുടെ പേരല്ല, നിന്റെ തള്ളയുടെ പേരല്ല, നീ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ബാബു റോസ് എന്ന് പറഞ്ഞിട്ട് നീ സുഡാപ്പിയാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. നിന്റെ ലാംഗ്വേജ് കേൾക്കുമ്പോൾ അറിയാം. നീ അവസാനം വിളിച്ചില്ല, നിന്റെ അച്ഛനെ വിളിക്കുന്ന പേരാണ് ലാസ്റ്റ് എഴുതിയത്. നീ നിന്റെ പണി നോക്കടാ പറഞ്ഞൊരു പേര് എഴുതിയില്ലേ. ഞാനിവിടെ പറയുന്നില്ല, കാരണം ഞങ്ങൾക്കൊക്കെ കുറച്ചൊരു എന്താണ് സാമൂഹ്യ ബോധമുള്ള ആൾക്കാരാണ്. നിന്റെ ആ വിളി കേൾക്കുമ്പോൾ അറിയാം നീ ഏത് വകുപ്പെന്ന് ഏത് കിതാബെന്ന് പഠിച്ച് പേര് മാറ്റി വരുന്നതാണെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. നിനക്കൊക്കെ വിഷമമുണ്ട് എൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അല്ലേ? വിഷമിക്കണം, നിങ്ങളൊക്കെ വിഷമിക്കണം. നമ്മൾ മിണ്ടാതിരിക്കുക. അപ്പം നമ്മുടെ ആസനത്തിൽ വന്നിട്ട് പുകച്ചിട്ട് മിണ്ടും, സംസാരിക്കും. നമസ്തേ മനോജ്, എല്ലാവർക്കും നമസ്കാരം. ഇനി ചെയ്യേണ്ടുന്നത് മാക്സിമം ഇത്തരക്കാർ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഈ വിഷവും കൊണ്ട് വരുമ്പോൾ അതിനെ ഒരുമിച്ച് നിന്ന് തിരിച്ചടിക്കാൻ പഠിക്കണം ഹിന്ദുക്കൾ. ഇവർക്ക് അങ്ങനെ വിട്ടുകൊടുക്കരുത്. അയ്യോ സുഡാപ്പികൾ എന്തും പറഞ്ഞു പോട്ടെ, അവർ കാട്ടിച്ചിട്ട് പൊക്കോട്ടെ, അവർ വിസർജിച്ചിട്ട് പൊക്കോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് കഴിഞ്ഞാലേ അവസാനം ഈ വിസർജ്യം നമ്മളൊക്കെ മണക്കും. ഇവരതിന് വേണ്ടിയിട്ടാണ്. സ്വന്തം വീട്ടിൽ കക്കൂസിൽ പോവില്ല, തൊട്ടടുത്ത് അന്യ മതത്തിലുള്ള അന്യരായിട്ടുള്ള അന്യവിശ്വാസികളുടെ വീട്ടിൻ്റെ ഉമ്മറത്ത് പോയിട്ട് സാധിക്കുന്നവരാണ് ഇവർ. അവൻ്റെയൊക്കെ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയേ, എന്ത് മാന്യമായിട്ടാണെന്നറിയോ ഈ തങ്ങന്മാരും ഈ പറയുന്ന ആൾക്കാരും എഴുതുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ അവൻ്റെ ആ മറ്റേ കക്കൂസ് മൊത്തം പുറത്തു വരും, സകലതും പുറത്തു വരും. ഇത് വായിക്കുന്നവനറിയാം, അവർക്ക് ചിന്തിക്കുന്നുണ്ട് ഇത് എന്ത് വൃത്തികെട്ട സമൂഹമാണ്. അതെ, നമുക്ക് മതേതരത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആണല്ലോ. നമ്മൾ ഹിന്ദുവിനിവിടെ എന്ത് സംഭവിച്ചാലും ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. 4 ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും അവിടെ നിന്നും ഇവിടെ നിന്നും, അത്ര തന്നെ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയില്ല. അൻവർ അബ്ദുള്ള, നല്ല വർത്താനാടോ നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ നല്ല മനുഷ്യരാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അൻവർ അബ്ദുള്ള പേരാണേ, നല്ല പേര്. എന്നിട്ട് നമ്മളെ ആൾക്കാർ ഓടി വന്നത് എവിടുന്നാ കൂടുതലെന്ന്. അതാ രസം.
നോക്കി നിൽക്കുകയാണ്. എവിടെയാണ് ആ വഹാൻജി? അടുത്ത സുഡാപ്പി വന്നു. സുഡാപ്പികൾക്ക് ഇങ്ങനെ കൊയ്ത്താണ്. രാമസിംഹന്റെ മുഖം കണ്ട സുഡാപ്പി അയ്യോ അയ്യോ ഓടിവായോ. സുഡാപ്പികൾ അപ്പം തന്നെ മെസ്സേജ് അയക്കുകയാണ്. സകല അവരുടെ ഗ്രൂപ്പിലേക്ക് അയക്കുകയാണ്. രാമസിംഹന്റെ അടിയിൽ വന്ന് അവിടെ വിസർജിക്കാൻ സ്ഥലമുണ്ട്, വിസർജിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊരാഹ്ലാദം അറിയോ. എൻ്റെ ഒരു മുഖം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെത് ആരിഫ് ഹുസൈൻ്റെത് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ആരിഫ് ഹുസൈനെ ഒന്നും കൂടുതൽ എടുക്കാൻ പോകുന്നില്ല, കാരണം തിരിച്ച് അതേപോലെ കിട്ടുന്നത്. നമ്മളൊന്നും പറയാറില്ല. ഈ പറയുന്ന ഈ വിഭാഗത്തിൻ്റെ മുഴുവനും ഇളക്കി മറിച്ച് ഒന്നുമില്ലാണ്ടാക്കിയിട്ട് മുട്ട് വിറച്ച് ആരിഫ് ഹുസൈൻ്റെ അടുത്തേക്കൊന്നും പോവുകയില്ല ഇപ്പം പേടിച്ചിട്ട്. ഇപ്പം പാവപ്പെട്ട നമ്മളെപ്പുറത്തടുത്ത് വന്നിട്ടാണ് ഇപ്പം ഈ ആക്രാന്തം. അവിടെ കിട്ടുന്നത് ഇവിടെ കൊണ്ട് തീർക്കുകയാണ്. ഞാൻ ജാതി മതം പറയാൻ പോകാറില്ല. ഇങ്ങോട്ട് കുത്തിയാൽ നമ്മളെ വായിൽ കൊണ്ടിട്ട് കടിക്കല്ലേ പറഞ്ഞാൽ അണ്ണാക്ക് തട്ടുമ്പോൾ നമ്മൾ കടിച്ചു പോകും. പറയാനുള്ളത് തുറന്ന് പറയണം. മതം എന്നുള്ളത് അവനവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ കോണകം പോലെ കെട്ടിക്കൊണ്ട് നടക്കേണ്ടതാണ്. അല്ല മറ്റുള്ളവർ അണ്ണാക്കിലേക്ക് തിരികേണ്ടതല്ല. അവനവൻ്റെ അണ്ടർവെയറായിട്ട് കൊണ്ടു നടക്കേണ്ട സാധനമാണ്. അതും വെച്ച് മറ്റുള്ളവനെ മേയ്ക്കാൻ വരരുത്. മറ്റുള്ളവൻ്റെ ക്ഷേത്രങ്ങൾ അടിയിൽ വന്നിട്ട് ശവം തോണ്ടരുത്. തിരിച്ചങ്ങോട്ട് കൃത്യമായ ചരിത്രമുള്ളത് കൊണ്ട് കൃത്യമായ ചരിത്രം വെച്ചിട്ട് കോടതിയിൽ പോയിട്ട് അന്വേഷിക്കുമ്പം അയ്യോ പൊട്ടിക്കുന്നേ ഇതാ വരുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുറകിലേക്ക് പോയത്. ചൂടാപ്പികൾ തീ കത്തിച്ച് ചർച്ച നടത്തിയത്. ബാബു റോസ് അടുത്ത ഇലക്ഷനിൽ BJP തോറ്റാൽ നിനക്ക് സന്തോഷമായി. ഈ പറയുന്ന ഈ രാജ്യത്തെ ഇല്ലാതാക്കാലോ, എളുപ്പം ഇല്ലാതാക്കാലോ. BJP ഉള്ളതുകൊണ്ട് പണ്ടത്തെ പോലെ നടക്കുന്നില്ല അല്ലേ, പണ്ടത്തെ പോലെ പണി നടക്കുന്നില്ല. അതാണ് പ്രശ്നം. കാത്തിരിക്കുകയാണ്. അപ്പോൾ ചത്തിട്ട് വേണ്ടേ കട്ടലിൽ കയറി കിടക്കാൻ സൂഡാപ്പികൾക്ക്. ഉണ്ട്, നിങ്ങൾക്ക് പറ്റിയ ആളാ പൊട്ടൻ. വാ തുറന്നാൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന, വാ തുറന്നാൽ പാകിസ്ഥാനിക്ക് ജയ് വിളിക്കുന്ന, ചൈനയ്ക്ക് ജയ് വിളിക്കുന്ന നേതാവല്ലേ നിങ്ങളത്? ആ പാരമ്പര്യമുണ്ട്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പാരമ്പര്യമുള്ള, നിങ്ങളുടെ പാരമ്പര്യമുള്ള, നിങ്ങളുടെ രക്തമുള്ള ഒരാൾ നേതൃത്വത്തിലേക്ക് വരണം തന്നെയാണ്. പക്ഷെ അത് ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. മാണ്ടാത്ത ചോദിക്കരുത് സുരേഷ് ബാബു. മൂപ്പർക്ക് ഇതുവരെ ഭൂമി പരത്തിട്ട് ഉരുണ്ടാന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങ് അറ്റത്തിരുന്നിട്ടും അവിടെ ഇരുന്നിട്ട് പോലും മൂപ്പർക്ക് ഭൂമി ഉരുണ്ടാന്ന് മനസ്സിലായിട്ടില്ല. ഒരു സൂര്യനാണ്, സൂര്യൻ പോയിട്ട് മറ്റേ കസയുടെ മൂട്ടിൽ ഒളിക്കുകയല്ലാന്നും മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ ദൈവമാണ്. ലോകത്തുള്ള പമ്പരവിഡിത്തം മുഴുവൻ എഴുതി വെച്ചൊരു ദൈവമാണുള്ളത്. അതും വിശ്വസിച്ച് നടക്കുന്ന ആ പറയുന്ന പഴയ വിശ്വാസക്കാരാണ്. ഇന്നലെ ഒരാൾ വന്ന് ചോദിച്ചു, അയ്യോ രാമായണത്തിലില്ല അങ്ങനെ. രാമായണം കഥയാന്നല്ല ഞങ്ങൾ പറയുന്നത്. രാമായണം എന്ന് പറയുന്നുണ്ടെങ്കിൽ സർഗസൃഷ്ടിയാണ്, മഹാഭാരതവും സർഗസൃഷ്ടിയാണ്. അതേപോലെയല്ലല്ലോ ദൈവം കൊടുക്കുന്നത്. ദൈവം മുഴുവൻ അറിയുന്ന ആളല്ലേ. അപ്പം ദൈവം മുഴുവനും അറിഞ്ഞിട്ട് വേണ്ടേ എഴുതാൻ? നട്ടലിൻ്റെ അകത്ത് നല്ല ശുക്ലം വരുന്നെന്ന് ദൈവത്തിന് അറിയില്ല. കാരണം ദൈവം സർജറി നടത്തിയിട്ടില്ല, അത് മനുഷ്യനാണ് നടത്തിയത്. സ്പേം എവിടെ ഉണ്ടാകുന്നുള്ളത് ശാസ്ത്രം കണ്ടുപിടിച്ചത്, അത് മൂപ്പർക്ക് അറിയില്ല. നമ്മുടെ പുറകെ എങ്ങനെ വരും? ഗോമൂത്രം ചാണകം, എന്നിട്ടോ അപ്പുറത്ത് പോയി ഒട്ടകമൂത്രം കുടിക്കുകയും ചെയ്യും. ഗോമൂത്രത്തിന് ഗുണമുണ്ടെന്നെങ്കിലും പറയുന്നുണ്ട്. ഒട്ടകമൂത്രത്തിന് ഗുണമില്ല, അത് വിഷാണെന്നാണ് പറയുന്നത്. എന്നാൽ അത് പരിശുദ്ധമാണ്. ഇപ്പം നമ്മുടെ മെക്കിട്ട് കേട്ട കാര്യമില്ല. ആ വിഭാഗത്തെ അവരുടെ ആൾക്കാർ തന്നെ വന്ന് പ്രസംഗിച്ചില്ലാതാക്കുന്ന. ഭരണമില്ലാത്ത കാലത്ത് BJP ഇവിടെ ഉണ്ടായിരുന്നു എത്രയോ വർഷം, 2 സീറ്റ് എന്ന് തുടങ്ങിയ. അത് ഈ ഊളന്മാർക്ക് അറിയില്ല. ഭരണത്തിൻ്റെ കീഴിലൊന്നുമല്ല RSSും BJP ഉള്ളത്.
ഭരണമില്ലെങ്കിലും അവരിവിടെ ഉണ്ടാവും. നിനക്ക് പേടിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഇവിടെ ഉണ്ടാവും. സംഘം ഉണ്ടാവും ഇവിടെ. ഇന്ന് നാളെ പപ്പു വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ സംഘമൊക്കെ പിരിച്ചു വിട്ട് ഒക്കെ ഇല്ലായ്മ ചെയ്ത് സൂഡാപ്പികളൊക്കെ ജയിലിൽ കിടക്കുന്ന സൂഡാപ്പികളൊക്കെ തിരിച്ചു വിട്ട് അങ്ങോട്ട് ആഘോഷിക്കാൻ നിങ്ങളെ മനസ്സുണ്ടല്ലോ. അതങ്ങ് ആ പൂതി മനസ്സിൽ വെച്ചാൽ മതിട്ടാ. സൗദി മാറി, സുരേഷ് ബാബു സൗദി മാറി. സൗദിയിൽ നിന്ന് നല്ല ചെണ്ട കൊട്ടും നല്ല ഡാൻസും ഇഷ്ടം പോലെ. പെണ്ണുങ്ങളെ പർദ്ദ മുഴുവൻ പോയി, മാന്യമായ വസ്ത്രം ധരിച്ച് അവർ ഗീത പഠിക്കുന്നു. ഒന്നാലോചിച്ചു, ഇവിടെ ഗീത എന്ന് പറഞ്ഞാൽ ഉറച്ചിൽ ഇടുന്ന ആജിയാന്മാരൊക്കെ അവിടെ പോയാൽ ഗീത പഠിക്കാം അവർക്ക്. എന്തൊരു കഷ്ടമാണെന്ന് വെച്ചോക്കി. ഇപ്പം ലോകമൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു, അവിടെ എല്ലാവരും മാറി. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, ഈ സാധനം കണ്ടുപിടിച്ചത് ഇന്ത്യ എന്നാണ്. അവർ തന്നെ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരല്ല. എന്താ പറയുക, ജയ് ശ്രീറാം. ഉറക്കെ പറയണം, പതുക്കെ പറഞ്ഞാൽ പോലെ ധൈര്യമായിട്ട് പറയുകയും വേണം ജയ് ശ്രീറാം. പറഞ്ഞുകൊണ്ടേയിരിക്കണം. അയ്യോ, പുതിയ സിനിമ രാഷ്ട്രീയ വിഷയമൊന്നുമല്ല, ഒരു കോമഡി, ഒരു സാധാരണ കോമഡി. ഞാൻ പണ്ടൊക്കെ ചെയ്തില്ലേ, ജൂനിയർ മാറ്ററൊക്കെ പോലുള്ള ഒരു ചെറിയ കോമഡി സിനിമയാണ്. അത് AI-യിലാണ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. AI-യിലാണ് എൻ്റെ പരിപൂർണമായിട്ടുള്ള ജോലി, AI-യിലാണ് ചെയ്യുന്നത്. മ്യൂസിക്കൊക്കെ നാച്ചുറൽ നമ്മൾ ചെയ്യുന്നതാണ്. ബാക്കി വിഷ്വലും ബാക്കിയെല്ലാം ഇവൻ്റെ വാക്ക് കേട്ട് സംഘമിത്തങ്ങൾ ഊരിയിടേണ്ടാണ്. എടാ ബാബു റോസേ, നീ ഈ പേര് ആദ്യം നിൻ്റെ നാട്ടലോടി തന്തയ്ക്ക് പറഞ്ഞതാണെങ്കിൽ സ്വന്തം പേരിൽ വാടാ, അഡ്രസ്സിൽ വാടാ. നിങ്ങളൊക്കെ ഇങ്ങനെ പേടിത്തൊണ്ടന്മാരായാലും എങ്ങനെയാണ്? ഞങ്ങളൊക്കെ ഞങ്ങളെ അഡ്രസ്സ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അച്ഛൻ്റെ പേരും അവിടെ ഉണ്ട്, അബൂബക്കർ. അത് വെച്ചിട്ട് തന്നെ സംസാരിക്കുന്നത്. നിന്നെപ്പോലെ അവിടെ നിന്ന് ഇവിടെ ഒരു പേരിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കള്ളപ്പേര് കള്ള അക്കൗണ്ടുണ്ടാക്കി എന്നിട്ട് വന്നിട്ട് വലിയ മൂലാച്ചിത്തര. 90% കള്ളപ്പേരിൽ കള്ള അക്കൗണ്ടുണ്ടാക്കി വരുന്ന അത്രയും ധൈര്യശാലികളാണ് അവർ. കാരണം NIAക്ക് പിടി കൊടുക്കരുതല്ലോ. ഇങ്ങനെ കള്ളപ്പേരിൽ വന്നാൽ NIAക്ക് പിടിക്കാൻ പറ്റില്ല എന്നുള്ള ധാരണ. NIAക്ക് എങ്ങനെ വേണേൽ പിടിക്കാം. ഇത് വലിയ കൂടുതലാലും പോവില്ല. നിങ്ങളുടെയൊക്കെ ഈ കള്ളക്കളി കുറച്ച് കൂടുതലാലും പോവില്ല. ആധാറുമായിട്ട് ലിങ്ക് ചെയ്യും ഫേസ്ബുക്ക്. വലിയ താമസമൊന്നുമില്ല. അമേരിക്ക ചെയ്തു. ഇപ്പോൾ അമേരിക്കയിൽ പോകണമെന്ന് പറഞ്ഞാൽ പല മേത്തന്മാരും വല്ലാതെ കഷ്ടപ്പെടുകയാണ്. കാരണം ഫേസ്ബുക്ക് അവർ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് പലർക്കും സംഗതി പോകണമെന്ന് ആഗ്രഹമുണ്ട്. അമേരിക്കയിൽ പോകണം. അമേരിക്കയിൽ ചീത്ത പറയും, പക്ഷെ അമേരിക്ക സംഗതി പോയാൽ കൊള്ളാം. അമേരിക്കയിൽ പോകണം, പക്ഷേ പലരെയും ഫേസ്ബുക്ക് അതിന് ഡിങ്കോലാഫിയാക്കി പൂട്ടിക്കഴിഞ്ഞാലും അവർക്ക് തുറക്കാൻ പറ്റും. വിസയ്ക്ക് പോകുമ്പം സകലതും മാന്തി പുറത്തിട്ട് ചേട്ടാ അങ്ങോട്ട് വരണ്ട, ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയുന്ന അവസ്ഥയായി. മടുത്തു അവരും. യൂറോപ്പ് മടുത്തു. ലോകത്തിന് മുഴുവൻ മടുത്തടവും റോസ് ബാബുവും. ലോകത്തിന് മുഴുവൻ നിങ്ങളെ മടുത്തു. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളെ മടുത്തിട്ടുണ്ട്. അവർ പുറത്ത് പറയാത്ത നിങ്ങളുടെ പെൺകുട്ടികൾക്ക്, നിങ്ങളുടെ ഉമ്മമാർക്ക്, നിങ്ങളുടെ പെങ്ങന്മാർക്ക് ഒക്കെ നിങ്ങളെ മടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ പറയുന്ന മഹലിൻ്റെ ചട്ടക്കൂട് കൊണ്ട് ഭയപ്പെടുത്തി നിർത്തിയതുകൊണ്ടാണ്. ഒന്ന് തുറന്ന് വിട്ടു നോക്കിയേ, ആദ്യം നിങ്ങളുടെ മുതുകത്തിട്ട് അവർ ചവിട്ടും. കാരണം അവർ ലോകം കാണുന്നുണ്ട്. പഠിച്ച പെൺകുട്ടികളെ, മുസ്ലിം പെൺകുട്ടികൾ ലോകം കാണുന്നുണ്ട്. അവർ ബംഗ്ലാദേശിനെ അറിയുന്നുണ്ട്, അഫ്ഗാനിസ്ഥാൻ അറിയുന്നുണ്ട്, ഇറാൻ അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലാണ്. കിട്ടിയ സമയത്ത് ഒന്ന് വന്ന് പഠിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് പൊന്നു സൂഡാപ്പികളെ, ഓൺലൈനിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല രഘുനാഥൻ തമ്പി. വലിയ മുതൽ മുടക്കുണ്ട് നമുക്കിത് ചെയ്യുമ്പോൾ. അപ്പം ആകെ 250 പേരെയും 300 പേരെ ഇതിൽ താല്പര്യമുള്ളവരുള്ളൂ. അവരെ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് ഈ അഭിനയിക്കാൻ വരുന്നവരെയും നമുക്ക് മോഡലായിട്ട് നിൽക്കുന്നവർക്കൊക്കെ പണം കൊടുക്കണം. അതിനുള്ള ലിങ്ക് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
അതാണ് ബുദ്ധിമുട്ട്. പിന്നെ ഇതേപോലത്തെ ശല്യക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ടാണ് പലതും നിർത്തിവെക്കുന്നത്. കാരണം നമുക്ക് ആളുകൾക്ക് അതിലൊന്നും വലിയ പഠിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ കൂടുതൽ. നമുക്ക് സാമ്പത്തികം എന്നുള്ളത് വലിയ ഘടകമാണ്. നമുക്ക് ക്യാമറ പഠിപ്പിക്കുമ്പോൾ മുന്നിൽ ഒരാൾ വേണം. സലി അപ്പുക്കുട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായതാണോ? സാലി അപ്പുക്കുട്ടൻ, നല്ല പേര്. ഇപ്പം അങ്ങനെയാ, പല നായരും പേരുണ്ട്. രാജു നായർ, നമ്മൾ എടുത്തു നോക്കിയാൽ 14 സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ 14 ഫ്രണ്ട്സ് ആകെ ഉണ്ടാവുള്ളൂ. ഇത് നായർ പോയിട്ട് അവിടെ നിന്ന് ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഇപ്പോൾ കൂടുതലും. പിന്നെ ജോസഫ് ഉണ്ട്, തോമസ് കുട്ടി, ജോസഫ് കുട്ടി, ഇങ്ങനെ കുറേ അക്കൗണ്ടുകൾ വന്നിട്ടുണ്ട്. ഒക്കെ ജാരന്മാരാണ്. എനിക്ക് സന്തോഷമാണ്. കാരണം ഇപ്പോൾ ചേട്ടന്മാർ അവിടെ പോയി പണിയുന്നുണ്ട്, നായന്മാരവിടെ പോയി പണിയുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. സങ്കരം ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. അത് ഈ ഫേസ്ബുക്കിൽ സങ്കരവർഗത്തിനെ നമുക്ക് തിരഞ്ഞു പിടിക്കാം. അത് സന്തോഷമാണ്. ശരി എന്നാൽ. അപ്പോൾ 9 വയസ്സെന്നല്ല, 6 വയസ്സ് തുടങ്ങട്ടെ, നടക്കട്ടെ. അപ്പോൾ ശരി, എല്ലാവർക്കും എനിക്ക് പുറത്തു പോകാൻ സമയമായി. ഫിനിഷ് ചെയ്യാണ്. എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുന്നവർക്കും കൊന്നുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. നമുക്കങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ബോധമുണ്ട്. പിന്നെ ഈ മാപ്പറകളെ